ഹായ് ഓൾ ഓഫ് യു. നമ്മുടെ റിവിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ്, സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പൂവിൽ നിന്ന് പൂവിലേക്ക് ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും ഈ ചാപ്റ്ററിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, 1-2 മാർക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. പോയിന്റുകളൊക്കെ എഴുതി വെച്ച് എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അല്ലെ, കറക്റ്റ് ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിച്ചുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കണ്ടിന്യൂവേഷൻ കിട്ടും. ചാപ്റ്ററിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ കണ്ടിന്യൂവേഷൻ കിട്ടും. നമ്മൾ മറ്റ് റാങ്ക് ഫയലോ കാര്യങ്ങളോ അല്ലെങ്കിൽ പല പുസ്തകങ്ങളും ഉണ്ടല്ലേ, ടെക്സ്റ്റ് ബുക്കിൻ്റെ അതേ പതിപ്പുള്ള അതിൻ്റെ ഫാക്റ്റ് മാത്രം എടുത്തുള്ള ബുക്കുകളുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു PSC ഗൈഡ് പഠിക്കുന്ന ഓരോ ഇൻഫർമേഷൻ പെറുക്കി പഠിക്കുമ്പോൾ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടത്തില്ല അല്ലേ. അപ്പോൾ എന്താണ്, തീർച്ചയായിട്ടും എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് തന്നെ എന്ത് ചെയ്യുക, ഒരു തവണ ഒന്ന് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഗുണം ഉറപ്പായിട്ടും എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. പൂവിനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചുമാണ് ചോദിക്കുന്നത് അല്ലേ, അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട ഇൻഫോർമേഷൻ മാത്രം, ഇല്ല ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. അപ്പം നേരെ നമുക്ക് ഈ ഒരു പേജിലേക്ക് നോക്കാം. നോക്കൂ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹെഡിങ് നോക്കി, എന്താ ഹെഡിങ് കൊടുത്തേക്കുന്നത്, ഒരു പൂക്കാഴ്ച എന്നൊരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട കാര്യം എന്താണ്, ഒരു പൂവ് എടുത്താൽ അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു പൂവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതാണെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൊടുത്തേക്കുന്ന ഒരു ചെമ്പരത്തി പൂവ് അല്ലേ, ഈ സൈഡിൽ എന്താണ്, ഈ സൈഡിൽ ഒരു ചെമ്പരത്തി പൂ കൊടുത്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഒരു നടുവേ കീറിയിട്ടുള്ള ഛേദം അല്ലൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഓരോ ഭാഗങ്ങൾ നോക്കാം. പൂവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിരിക്കും നോക്കി. ഏതാണ് ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ കേസരപുടം, ദളം, ജനിപുടം, വിദളം, പുഷ്പാസനം, പൂഞ്ഞെട്ട്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഒരു പൂവിൻ്റെ ഭാഗങ്ങൾ. ഈ പേരും നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒരു തവണയെങ്കിലും വായിച്ചില്ലെങ്കിൽ താഴത്തെ നിൽപ്പിലെ ഒരു പൂവിൻ്റെ ഭാഗമല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചാൽ എന്താണ്, പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുടുങ്ങും അല്ലേ. അത്യാവശ്യം ഒന്ന് ജസ്റ്റ് നോക്കിപ്പോയാൽ ഇന്ന് ഡീപ്പായി പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലാവും. അപ്പോൾ നോക്കി, ഇനി അത് എവിടേക്കാന്ന് നോക്കൂ, പെട്ടെന്നൊന്ന് നോക്കിപ്പോവുക. ഒരു ചെമ്പരത്തിപ്പൂവ് മനസ്സിലോർത്തിട്ട് വേഗം എന്ത് ചെയ്യുക, ഒന്ന് നോക്കിക്കോളൂ. ചെമ്പരത്തിപ്പൂവിൻ്റെ എന്ത് ചെയ്യുക, കേസരപുടം എന്ന് പറയുന്നതാണ്. ഇതുണ്ടോ ഈ പൂവിൻ്റെ എന്താ, ഇതാണ് ഈ ഭാഗമാണ് എന്ത് ചെയ്യുക, കേസരപുടം എന്ന് പറയും. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഭാഗങ്ങളിലെ ചെമ്പരത്തിപ്പൂവിൻ്റെ അതാണെന്ന് പറയുന്നത് കേസരപുടം. ദളം നമുക്കറിയാമല്ലോ, അതിൻ്റെ ഇതലകൾ അല്ലേ, അതിൻ്റെ ഇതലകൾ നമുക്കറിയാം. ഇതാണെന്ത് ദളം എന്ന ഭാഗം അല്ലേ. ജനിപുടം എന്ന് പറഞ്ഞാൽ ഏതാണ്, ഈ ഒരു ഭാഗമാണെന്ന് പറയുക, ജനിപുടം എന്ന് പറയുക. അതേപോലെ നോക്കി, വിദളം എന്ന് പറഞ്ഞാൽ ഏതാണ്, വിദളം എന്ന് പറഞ്ഞാൽ ഈ താഴെ സൈഡിലേക്ക് നിൽക്കുന്ന അല്ലേ, ഈ സൈഡിലേക്ക് എന്ത് ചെയ്യുക, 4 സൈഡിലേക്ക് ഓരോന്നൊക്കെ നിൽക്കുന്നതാണ്, അതാണെന്ന് പറയുക, വിദളം എന്ന് പറയുക. പുഷ്പാസനം എന്ന് പറഞ്ഞാലോ, ഈ ഒരു ഭാഗമാണെന്ന് പറയുക, പുഷ്പാസനം എന്ന് പറയുക. പൂഞ്ഞെട്ട് എന്ന് പറഞ്ഞാലോ, ഈ കാണുന്നതാണെന്ത്, പൂഞ്ഞെട്ട് എന്ന് പറയുക. അപ്പോൾ ഇത്രയുമാണ് ഒരു പൂവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത് നമ്മൾ പറഞ്ഞിരുന്നു പൂവിൻ്റെ ധർമ്മം എന്നൊരു ടോപ്പിക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പൂവിൻ്റെ ധർമ്മം. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു എന്താണ്, പൂവിൻ്റെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് പൂവിൻ്റെ ധർമ്മം എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ പൂവിൻ്റെ പ്രധാനപ്പെട്ട ഓരോ ഭാഗങ്ങളുടെയും ധർമ്മം എന്താണ്. ഇവിടെ ഇതിലെ പൂഞ്ഞെട്ട്, ജനിപുടം, പുഷ്പാസനം അങ്ങനെ 3 കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇപ്പറയും എന്ത് ചെയ്യുന്നുണ്ട്, 3 കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ, വിദളം, കേസരപുടം, ദളം, ഇങ്ങനെ 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് പൂവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഫംഗ്ഷൻ നോക്കാം. പൂഞ്ഞെട്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ, ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവിടെ 1, 2, 3, 4, 5, 6. അപ്പോൾ എന്ത് ചെയ്യുക, പൂഞ്ഞെട്ട് നമ്പർ 1 അല്ല, ജനിപുടം നമ്പർ 2 ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കി, പൂഞ്ഞെട്ടിൻ്റെ ഫംഗ്ഷൻ എന്താണ്, പൂവിനെ ചെടിയുമായി ബന്ധിച്ച് നിർത്തുന്നതാണ് പൂഞ്ഞെട്ടിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുക. അപ്പോൾ ഒന്നാമത്തത്. രണ്ടാമത്തേതാണ് ജനിപുടം എന്ന് പറയുന്നതാണ് പൂവിലെ പെൺ ലിംഗാവയവം. ഓർത്തിരുന്നോണം, പൂവിലെ പെൺ ലിംഗാവയവം ഏതാണ്, ജനിപുടമാണ്. മൂന്നാമത്തെ നോക്കി, പുഷ്പാസനത്തിൻ്റെ ജോലി എന്താണ്, പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു. ഇതാണ് പുഷ്പാസനം എന്ന് പറയുക, പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നുണ്ട്. നാലാമത്തെ നോക്കി, ഏതാണ്, വിദളം എന്ന് പറയും. വിദളത്തിൻ്റെ ജോലി എന്താ, 4 മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു, വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു. ഇതാണ് ഏതിൻ്റെ ജോലി, വിദളത്തിൻ്റെ ജോലി. 4 അല്ലേ. അഞ്ചാമത്തെ കേസരപുടമാണ്. കേസരപുടത്തിൻ്റെ ജോലി എന്താ, പൂവിലെ ആൺ ലിംഗാവയവമാണെന്ന് പറയുക, കേസരപുടം എന്ന് പറയുക. അടുത്ത് 6 ദളം എന്ന് പറയും. ദളത്തിൻ്റെ ജോലി എന്താണ്, പൂവിന് മണവും നിറവും ആകർഷണത്വമൊക്കെ നൽകുന്ന ആരാണ്, അത് ദളമാണ്. ഇപ്പം ഇത്രയുമാണത് പൂവിൻ്റെ ഓരോ പാർട്സുകളും ആ പാർട്സിൻ്റെ അവയവങ്ങളും. ആ ഫോട്ടോ കറക്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് ഈ ടേബിൾ എന്തിനും ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്, ഓർത്ത് നോക്കണം. ഓക്കെ,
അടുത്തായിട്ട് ഇവിടെ പൂക്കൾ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് പഠിക്കേണ്ട ഭാഗം മാത്രം നോക്കുന്നു. നോക്കി, ജീവിവർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണെന്ത്? പ്രത്യുൽപാദനം. അപ്പോൾ എന്താ പ്രത്യുൽപാദനം എന്ന് പറഞ്ഞാൽ ജീവിവർഗം അവയുടെ തുടർച്ചയെ നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് പറഞ്ഞ പേരാണെന്ത്? പ്രത്യുൽപാദനം. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം താഴേക്ക് നോക്കി, ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നോക്കി. ഏതാണ്? ഏതാ? സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കൾ ആണ്. അപ്പോൾ സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്ന ആരാണ്? പൂക്കളാണ് അല്ലേ. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, സസ്യങ്ങളുടെ ലൈംഗിക അവയവമാണ് പൂക്കൾ. സസ്യങ്ങളുടെ ലൈംഗിക അവയവമാണേത്? പൂക്കൾ എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. ഒന്ന് നോക്കി, പെട്ടെന്ന് നോക്കിക്കോളൂ. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ ഒരു ടേബിളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കൂ, ഇവിടെ രണ്ട് ഭാഗം കൊടുത്തു. ജനിപുടമുണ്ട്, അതേപോലെ എന്ത് ചെയ്യുക, കേസരപുടം. ഈ രണ്ട് കാര്യം നമ്മൾ എന്താണെന്ന് പറഞ്ഞു. എന്താണ് ജനിപുടവും കേസരപുടം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എന്താണ് ജനിപുടം എന്ന് പറഞ്ഞാൽ? ജനിപുടം എന്ന് പറഞ്ഞാൽ ഒരു പൂവിലെ പെൺ ലിംഗാവയവത്തിന് പറഞ്ഞ പേരാണെന്ത്? ജനിപുടം എന്ന് പറയുക അല്ലേ. അപ്പം പൂവിലെ ആൺ ലിംഗാവയവത്തിന് പറഞ്ഞ പേരാണെന്ത്? അത് കേസരപുടമാണ്. ഇനി ഇത് എവിടെയാണ് കാണപ്പെടുന്നതെന്നാണ് നമുക്ക് ഈ ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ, ഇതാണ് ആൻസർ. അണ്ഡാശയത്തിലെ ഒവ്യൂളിന് അകത്താണ് അണ്ഡം കാണപ്പെടുന്നത്. അണ്ഡാശയത്തിലെ ഒവ്യൂളിനകത്താണ് അണ്ഡം കാണപ്പെടുന്നത്. ഇതാണ് നമുക്ക് ഇതിൽ പഠിക്കേണ്ട ഒരു പോയിന്റ്. അതേപോലെ നോക്കി, കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യുക, നമുക്കൊന്ന് നോക്കിയിരിക്കണം. അണ്ഡം കാണപ്പെടുന്നതാണ്, പുംബീജം എവിടെയാണ് കാണപ്പെടുന്നത്. ഈ രണ്ട് പോയിന്റ് നോർത്തിരിക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, നോക്കിയിരുന്നോളാം. അപ്പോൾ എവിടെയാണ് പിക്ചർ അടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജനിപുടത്തിൻ്റെ ഒരു ഛേദിച്ചൊരു ഭാഗത്തിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ പിക്ചർ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കി പെട്ടെന്ന് പോകുക കേട്ടോ. അപ്പം ഈ ഒരു പിക്ചർ ഒക്കെ ആണല്ലോ. അണ്ഡാശയത്തിൽ ഈ രണ്ട് പോയിന്റ് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? അണ്ഡാശയത്തിലെ ഒവ്യൂളിനകത്താണ് ഏതുള്ളത്? അണ്ഡം കാണപ്പെടുന്നത്. ഇതൊന്ന് ഓർത്തിരിക്കണം. അതേപോലെ എന്താ, കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് എന്ത് കാണുന്നത്? പുംബീജം കാണപ്പെടുന്നത്. ഈ രണ്ട് പോയിന്റ് മാത്രമേ ഇതിൽ നോക്കാനുള്ളൂ. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ് പൂവിൻ്റെ ഉള്ളിൽ എന്നൊരു ഭാഗമുണ്ട്. പൂവിൻ്റെ ഉള്ളിൽ എന്നൊരു ടോപ്പിക്കുണ്ട്. അതായത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് രണ്ട് ടോപ്പിക്കാണ്. ഏകലിംഗ പുഷ്പം, അതിലെ ദ്വിലിംഗ പുഷ്പം എന്ന രണ്ട് ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ബൈസെക്ഷൽ ഫ്ലവർ അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവർ, ഈ രണ്ട് ഭാഗമാണ്. ഈ പിക്ചറിൽ കുറച്ച് ഫ്ലവർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. നോക്കി, കേസരപുടം, ജനിപുടം അല്ലേ, ഒരേ പൂവിൽ തന്നെ കാണിക്കുന്നുണ്ട് കണ്ടോ. ചില പൂവിൽ നോക്കിയത് ഈ പിക്ചർ നോക്കിയാൽ മതി, ഇത്രയും ഫ്ലവർ നോക്കിയാൽ മനസ്സിലാവും എന്താണ് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്. ഏതാണ്? ഏകലിംഗ പുഷ്പം എന്താണ്, ദ്വിലിംഗ പുഷ്പം എന്താണെന്ന് പഠിക്കേണ്ടത്. അതിന് മുമ്പ് ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഇപ്പോൾ ഒരു അരളിച്ചെടിയാണെങ്കിൽ അരളിച്ചെടി എന്താണ്? കേസരപുടം, ജനിപുടം രണ്ടും എന്താണ്? ഒരു ഫ്ലവറിൽ തന്നെയാണ് അല്ലേ. ഇനി ഒരു മത്തനാണെങ്കിലോ, മത്തനിൽ ഒരു പൂവിൽ എന്താണ്? കേസരപുടം ഇരിക്കുന്നു, മറ്റൊരു പൂവിൽ എന്ത് ചെയ്യുന്നു? ജനിപുടം ഇരിക്കുന്നു അല്ലേ. അതേപോലെ നോക്കൂ, പാവല് കണ്ടല്ലോ. പാവലിലും എന്താണ്? കേസരപുടം, ജനിപുടം വ്യത്യസ്ത പൂവിലാണ് അല്ലേ. അതേപോലെ ശംഖുപുഷ്പമാണെങ്കിലോ രണ്ടും ഒരു ഫ്ലവറിലാണ്. അപ്പം ഇത്ര കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഡീറ്റെയിലേക്ക് പോവാം. അതായത് ഒരേ പൂവിലാണ് അല്ലേ, ഒരേ പൂവിലാണ് കേസരപുടവും ജനിപുടവും കാണപ്പെടുന്നത് എങ്കിൽ അതിന് പറഞ്ഞ പേരാണെന്ത്? ദ്വിലിംഗ പുഷ്പം. ഒരേ പൂവിലാണ് കേസരപുടവും ജനിപുടവും കാണുന്നതെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണെന്ത്? ദ്വിലിംഗ പുഷ്പം. മറക്കരുത്. അതേപോലെ നോക്കി, കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിലാണ് കാണുന്നതെങ്കിൽ അതിന് പറഞ്ഞ പേരാണെന്ത്? ഏകലിംഗ പുഷ്പം. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നോണം. അപ്പോൾ അതിൻ്റെ 2-3 എക്സാമ്പിളും പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ തന്നെ പഠിക്കാം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അല്ലേ ഇത് ഏതാണ്, ഏകലിംഗമാണോ ദ്വിലിംഗ പുഷ്പമാണോ എന്നൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യണം? നമുക്ക് എഴുതണം. അപ്പോൾ ഏകലിംഗ പുഷ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? കേസരപുടവും അല്ലേ, കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിലാണെങ്കിൽ എന്താണ്? സെപ്പറേറ്റ് പൂക്കളിലാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണെന്ത്? ഏകലിംഗ പുഷ്പം അല്ലേ. അപ്പം ദ്വിലിംഗ പുഷ്പം എന്ന് പറഞ്ഞാലോ ഒരേ പൂവിൽ കേസരപുടവും ജനപുടവും കാണുന്നതിന് പറഞ്ഞ പേരാണെന്ത്? ദ്വിലിംഗ പുഷ്പം. ഈ പിക്ചർ നോക്കിയാൽ ഇപ്പം നമുക്ക് അതിൻ്റെ ആൻസർ പറയാൻ പറ്റില്ലേ. ഇതിൽ ഏതൊക്കെയാണ് ഏകലിംഗ പുഷ്പം, ദ്വിലിംഗ പുഷ്പം എന്ന് പറയാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ ഈ ഫില്ല് ചെയ്ത് നോക്കാം. 1-2 പൂക്കളുടെ പേര് നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്യാനുള്ളൊരു കോളാണെന്ത്? നമ്മൾ ഒരേ പൂവിൽ കേസരപുടവും ജനിപുടവും കാണുന്നത് ദ്വിലിംഗ പുഷ്പമാണെന്ന് പറഞ്ഞു. ദ്വിലിംഗ പുഷ്പത്തിന് എക്സാമ്പിൾ നമ്മുടെ ഫില്ല് ചെയ്യാനൊരു കോളം കൊടുത്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്ന് നോക്കിപ്പോകണം. നമുക്ക് എന്ത് ചെയ്യാം? എക്സാം ഹാളിൽ ജസ്റ്റ് നോക്കിപ്പോയി അല്ലേ, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത എക്സാമ്പിൾ നോക്കിപ്പോയില്ലെങ്കിൽ വന്നാൽ നമ്മൾ കുടുങ്ങിപ്പോവും. പെട്ടെന്ന് എന്ത് ചെയ്യുക? തെങ്ങ് ഏകലിംഗ പുഷ്പം അല്ലേ, കുറച്ച് ഫ്ലവർ വന്നിട്ട് ഏകലിംഗം തിരഞ്ഞെടുത്ത് എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തെങ്ങ് കവുങ്ങ് നമുക്കൊന്നും എന്ത് ചെയ്യാം? മെമ്മറി കിട്ടത്തില്ല. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. എന്താണ്
ദ്വിലിംഗ പുഷ്പത്തിന് എക്സാമ്പിൾ ഏതാ? തെച്ചി, റോസ്, ചെമ്പരത്തി അല്ലേ, അതേപോലെ ഏതാണ് വെണ്ട, തക്കാളി, സൂര്യകാന്തി. ഇതൊക്കെയാണ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത എക്സാമ്പിൾ, ഒന്ന് ഓർത്തോണം. ഓക്കെ. അതേപോലെ എന്ത് ചെയ്യുക, ഏകലിംഗ പുഷ്പത്തിന് എക്സാമ്പിൾ ഏതാ? മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം. അപ്പം പടരുന്ന സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. അതേപോലെ നോക്കൂ, തെങ്ങും കവുങ്ങും, ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണെന്ത് ഏകലിംഗ പുഷ്പത്തിന് എക്സാമ്പിൾ. അപ്പോൾ എന്താണ് ഏകലിംഗ പുഷ്പം എന്ന് പഠിച്ചു, എന്താണ് ദ്വിലിംഗ പുഷ്പം എന്ന് പഠിച്ചു, രണ്ടിനും എക്സാമ്പിളും പഠിച്ചു. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കാണാവുന്ന ഒരു സംഭവമാണിത്, ആൺപൂവും പെൺപൂവും എന്നൊരു സംഭവമുണ്ട് അല്ലേ. എന്താണ് ആൺപൂവ് അല്ലെങ്കിൽ എന്താണ് പെൺപൂവ് എന്ന് നോക്കിയേ. കേസരപുടം മാത്രമുള്ള പൂക്കൾ ആൺപൂക്കളും ജനിപുടം മാത്രമുള്ള പൂക്കൾ പെൺപൂക്കളുമാണ്. എക്സാമ്പിൾ നോക്കിയേ, മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയവ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യം ടേബിൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കിയിരിക്കണം. ഓക്കെ. ഇത് ഓൾറെഡി നമ്മൾ മുകളിൽ എന്ത് ചെയ്യുക, എക്സാമ്പിൾ നമ്മളിവിടെ എഴുതിയതാണ്, മുകളിൽ എഴുതിയതാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല, ഈ എക്സാമ്പിൾ അങ്ങ് നോക്കിയാൽ മതി. ഓക്കെ. ഇനി ഒരു ടോപ്പിക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആൺമരവും പെൺമരവും എന്ന ടോപ്പിക്കുണ്ട്. ആൺമരവും പെൺമരവും. അതിന് മുമ്പ് ടോപ്പിക് നോക്കാം, വിത്തായി മാറാൻ എന്ന ടോപ്പിക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിത്തായി മാറാൻ, അതിൽ നമുക്ക് പഠിക്കേണ്ട ഒരു നോക്കിയേ, പുംബീജം അണ്ടവുമായി ചേരുന്ന പ്രവർത്തനമാണ് ബീജസങ്കലനം. ഓൾറെഡി നമ്മൾ ഫ്ലവറിൻ്റെ പുംബീജം എവിടെയാണ്, അണ്ടം എവിടെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നോക്കി, ഇവിടെ പഠിക്കേണ്ട ഒരു സംഭവമാണിത്, ബീജസങ്കലനം എന്ന് പറഞ്ഞാൽ എന്താണ്? പുംബീജം അണ്ടവും അല്ലേ, പുംബീജം അണ്ടവുമായി ചേരുന്ന പ്രവർത്തനത്തിന് പറഞ്ഞ പേരാണിത് ബീജസങ്കലനം. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മാത്രം ഇവിടെ നിന്ന് നോക്കുക. അതിനുശേഷം ഇവിടെ ഒരു പേജുണ്ട്, എന്താണ് ആൺമരവും പെൺമരവും അല്ലേ. അതായത് നോക്കി, കുടപ്പന, കുടംപുളി, ജാതി തുടങ്ങിയ സസ്യങ്ങളിൽ ആൺമരവും പെൺമരവുമുണ്ട്. ആൺമരത്തിൻ്റെ പൂക്കൾ മാത്രവും പെൺമരത്തിൽ പെൺപൂക്കൾ മാത്രവുമാണ് കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ. ഈ ഒരു ചെറിയ കാര്യം ഒന്ന് ഓർത്തിരുത്തണം, ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ ഓർത്തിരിക്കണം. അപ്പോൾ എന്താണ് ആൺമരവും പെൺമരവും എന്ന് പറഞ്ഞാൽ കുടംപുളി, അതേപോലെ കുടപ്പന, ജാതി അല്ലേ, ഇതിലൊക്കെ എന്തുണ്ട്, ആൺമരവും പെൺമരം എന്ന സെപ്പറേറ്റ് മരങ്ങളുണ്ട്. ഇനി അതിപ്പോൾ പ്രത്യേകം എന്താ, ആൺമരത്തിൽ എന്താ മാത്രമേ ഉണ്ടാവുള്ളൂ, ആൺപൂക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പെൺമരത്തിൽ പെൺപൂക്കൾ മാത്രമാണ് കാണപ്പെടുന്നത് അല്ലേ. നമ്മൾ ജാതിയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുക, കായ്ക്കാത്ത ജാതി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ, അതെന്താണ് ആൺജാതിയാന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പം ഈ രണ്ട് ജാതി മരം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിൽ കാ പിടിക്കത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക, ആൺമരവും പെൺമരവും എന്താ ടോപ്പിക്കുന്ന 2-3 എക്സാമ്പിൾ ഓർത്തിരിക്കുക, കുടപ്പന, കുടംപുളി, ജാതി, ഇത്ര മാത്രമേ ഉള്ളതിൽ. അടുത്ത് നോക്കൂ. അപ്പോൾ ഇവിടെ ഒരു 3 ചോദ്യം കൊടുത്തിട്ടുണ്ട്. പുംബീജം എവിടെയാണ് കാണപ്പെടുന്നത്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അണ്ടം എവിടെയാണ് കാണപ്പെടുന്നത്, നമ്മൾ ചിത്രസഹിതം മുകളിൽ ഡിസ്കസ് ചെയ്തു. അടുത്ത് നോക്കി, ബീജസങ്കലനം നടക്കുന്നത് എവിടെ വെച്ചാണ്. ഇങ്ങനെ 3 ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 2 ചോദ്യത്തിന് ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തു. മൂന്നാമത്തെ ചോദ്യത്തിന് ആൻസർ നോക്കി, പരാഗരേണുക്കളിൽ നിന്ന് പുംബീജം അണ്ടാശയത്തിലെത്തി അണ്ടവുമായി കൂടിച്ചേരുന്നു. അപ്പം മൂന്നാമത്തെ ചോദ്യത്തിന് ആൻസറുമായി, ബീജസങ്കലനം നടക്കുന്ന എവിടെയെന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, എന്താണ് പരാഗരേണുക്കളിൽ നിന്ന് പുംബീജം അണ്ടാശയത്തിലെത്തി അണ്ടവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനമാണെന്ത് ബീജസങ്കലനം. ഓക്കെ. ഇനി നമുക്ക് പഠിക്കേണ്ടതാണെന്ത് പൂമ്പാറ്റ ചിറകിലേറി എന്നൊരു ടോപ്പിക്കുണ്ട്. എന്തുമായി ബന്ധപ്പെട്ട, പരാഗണവുമായി ബന്ധപ്പെട്ട്. ഇടം നോക്കി. അപ്പോൾ എന്താണ് പരാഗണം എന്ന് നോക്കൂ. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് പരാഗണകാരികൾ. അപ്പോൾ പരാഗണകാരി ആരാണ്, ഒരു ചിത്രശലഭം ആരാണ്, ഒരു പരാഗണകാരിയാണ് അല്ലേ. അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. എന്താണ് പരാഗണം എന്ന് പറഞ്ഞാൽ, പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗസ്ഥലത്ത് പതിക്കുന്നതാണെന്ത് പരാഗണം എന്ന് പറയുക. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് പരാഗണകാരികൾ. ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം നോക്കി, ദുർഗന്ധമുള്ള പൂക്കളും അല്ലേ. അപ്പോൾ എന്താണ് ഈ ജീവജാലങ്ങൾ, പരാഗണം നടന്ന ചില പരാഗണകാരികൾ ജീവജാലങ്ങളുണ്ട് അല്ലേ, അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. നോക്കി ഒരു എക്സാമ്പിൾ കൊടുത്ത് നോക്കൂ. ചേനപ്പൂവിൻ്റെ ഗന്ധം നമുക്കറിയാലോ, ചത്ത് ചീഞ്ഞൊരു മണം അല്ലേ. എന്തുകൊണ്ടാണ്, എന്തിനാണെന്ന് നോക്കി. ചേനയിലും ചേമ്പിലും ഒക്കെ പരാഗണം നടത്തുന്നത് ഈച്ചകളാണ് അല്ലേ. അപ്പോൾ ഈച്ചകളെ ആകർഷിക്കാനാണ് ആ ദുർഗന്ധം. അപ്പം നമുക്ക് എന്താണ് ഈ ചേനപ്പൂവും ചേമ്പിൻ്റെയൊക്കെ പൂവ് എന്ത് ചെയ്യുക, വിടർന്ന് കഴിയുമ്പോൾ ഒരു എന്ത് ചെയ്യുക, ചത്ത് ചേലിയൊക്കെ ചത്ത് ചെയ്യുന്നൊരു നാറ്റം അല്ലെ, ഒരു സ്മെല്ല് ഉണ്ടാകുക അല്ലേ. അപ്പം നമുക്ക് ഇറിറ്റേഷൻ ആണെങ്കിലും ആ സസ്യത്തിൻ്റെ എന്താണ് നിലനിൽപ്പിൻ്റെ ഭാഗമാണേത് ഈ ഒരു സ്മെല്ല് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്, ഈച്ചകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ദുർഗന്ധമുള്ള പൂക്കൾ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ ഒരു ഭാഗം ഏതാണ്,
കാറ്റ്, ജലം എന്നിവയും പരാഗണകാരികളാണ്. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടക്കുന്നത് കാറ്റ് വഴിയാണ്. കുരുമുളകിലാണെങ്കിലോ ആ ജലം വഴിയാണ്, മഞ്ഞുതുള്ളി വഴിയാണ് പരാഗണകാരി. അപ്പം നോക്കൂ, അപ്പോൾ PSC ഈ കുരുമുളകിൻ്റെ കാര്യം PSC എന്താണ്, കുരുമുളകിൻ്റെയും നെല്ലിൻ്റെയും കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. ഈ കുരുമുളകിൽ എങ്ങനെയാണ് എന്ത് ചെയ്യുക, പരാഗണം നടക്കുന്നത്, എങ്ങനെയാണത്, ആ ജലം വഴിയാണ്, മഞ്ഞുതുള്ളി വഴിയാണ് എന്ത് ചെയ്യുന്നത്, പരാഗണം നടക്കുന്നത്. നെല്ലിലൊക്കെ ആണെങ്കിലോ നെല്ല്, ഗോതമ്പിൽ ചോളം, അല്ലേ. അപ്പം ഈച്ചകൾ വഴി നമ്മൾ പഠിച്ചു, ചിത്രശലഭം വഴി പഠിച്ചു, അല്ലെ, പൂക്കളൊക്കെ അറിയാലോ, ചിത്രശലഭം വഴി പഠിച്ചു, അതേപോലെ കാറ്റ് വഴിയുള്ള എങ്ങനെയാണെന്ന് പഠിച്ചു, അതേപോലെ ജലം വഴി എങ്ങനെയാണെന്ന് പഠിച്ചു. അപ്പോൾ പരാഗണം എന്താണെന്ന് പഠിച്ചു, പരാഗണകാരികൾ നമ്മൾ എങ്ങനെയാണ്, അല്ലെ, ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ കുറച്ച് പൂക്കളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അല്ലേ, കുറച്ച് പൂക്കളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു കാര്യം പഠിക്കേണ്ടത് എന്താ വെച്ചാൽ, പരാഗണകാരികൾ എന്താ നമുക്കറിയാലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇനി ജീവികൾ, അല്ലേ, ഈ പരാഗണകാരികളെ ആകർഷിക്കാൻ പൂക്കളിലോ ചില സവിശേഷതകളുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കി. ചില പൂക്കൾക്ക് എന്തായിരിക്കും, നിറമായിരിക്കും അതിനെ ആകർഷിക്കുന്നത്, ചിലതിൻ്റെ മണമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, എന്തൊക്കെയാണ് ഘടകങ്ങൾ, ചിലപ്പോൾ നിറമായിരിക്കും, ചിലപ്പോൾ മണമായിരിക്കും ആകർഷിക്കുന്നത്, ചിലപ്പോൾ അതിൻ്റെ തേനായിരിക്കും, അല്ലേ, ചിലപ്പോൾ തേനായിരിക്കും എന്ത് ചെയ്യുന്നത്, ജീവികളെ ആകർഷിക്കുന്നത്. അതേപോലെ എന്ത് ചെയ്യുക, നല്ല കൊലയായിട്ട് എന്ത് ചെയ്യുക, കൂട്ടമായി നിൽക്കുന്നതായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ആകർഷിക്കുന്നത്. മനസ്സിലായില്ലേ. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ ജീവജാലങ്ങൾ, അല്ലേ, പരാഗകാരിയാണെങ്കിൽ എന്ത് ചെയ്യുക, പൂക്കളിലേക്ക് ആകർഷിക്കുന്ന സവിശേഷത ഏതൊക്കെ എന്ന് പറയും, നിറമുണ്ട്, മണമുണ്ട്, തേനുണ്ട്, ചെറിയ പൂക്കളും എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കൂട്ടമായിട്ട് കട്ടയായിട്ട് നിൽക്കുന്നു, അല്ലേ, ഇതൊക്കെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ സ്മെല്ലുണ്ട്, അല്ലേ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക, പല കാരണങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പരാഗണകാരികളെ ആകർഷിക്കാൻ പൂക്കളിലുള്ളത്. ഈ കാര്യം ജസ്റ്റ് എന്ത് ചെയ്യാവുന്ന ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഒരു ചെറിയൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ജലം വഴി അതേപോലെ കാറ്റ് വഴി പരാഗണം നടത്തുന്ന സസ്യങ്ങളുടെ പേര് പറഞ്ഞായിരുന്നു. ഏതാണ്, നെല്ല്, ഗോതമ്പ്. ജലം വഴിയാണെങ്കിൽ കുരുമുളക് പറഞ്ഞായിരുന്നു, അല്ലേ. ഇനി ഈ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ഇത്തരം പൂക്കളുടെ സവിശേഷത എന്തായിരിക്കും നോക്കൂ. നെല്ലിൻ്റെയൊക്കെ പൂക്കളുടെ പ്രത്യേകത എന്തായിരിക്കും, ധാരാളം പൂമ്പൊടി ഉണ്ടായിരിക്കും, പരാഗണ രേണുക്കൾ ഭാരം കുറഞ്ഞവയായിരിക്കും. അപ്പം ഭാരം കുറഞ്ഞ പരാഗണ രേണുക്കളായിരിക്കും അവരുടേത്, അല്ലേ, കാറ്റ് വഴിയുള്ളതിൻ്റെ. അല്ലെങ്കിൽ എന്തായിരിക്കും, പൂമ്പൊടി എന്തായിരിക്കും, ധാരാളം ഉണ്ടായിരിക്കും. ഈ രണ്ട് കാര്യം ഇവിടെ നിന്ന് ഓർത്തിരിക്കണേ. അടുത്ത് നോക്കി, ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്, അല്ലേ. ഭാരം കുറഞ്ഞ പരാഗരേണുക്കൾ എവിടെയാണ്, അത് കാറ്റ് മുഖേന എന്ത് ചെയ്യുന്ന പരാഗണം നടക്കുന്നത്, അല്ലേ. വർണ്ണഭംഗിയുള്ള പൂക്കളിലാണെങ്കിലോ തേനീച്ചയാണ് എന്ത് ചെയ്യുന്ന പരാഗണം നടത്തുന്നത്. രാത്രി വിരിയുന്ന വെളുത്ത പൂക്കളിലാണെങ്കിലോ അത് നിശാശലഭമാണ് എന്ത് ചെയ്യുന്നത്, പരാഗണം നടത്തുന്നത്. ഈർപ്പത്തിലൂടെയുള്ള പരാഗണമാണെങ്കിലോ അത് ജലമാണ് എന്ത് ചെയ്യുന്നത്, പരാഗണം നടത്തുന്നത്. അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് 4. ഞാനൊരു ആൻസർ മേലേക്ക് എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. രാത്രി വിരിയുന്ന വെളുത്ത പൂക്കൾ എന്നൊക്കെ നിശാശലഭം എന്ന വാക്കൊന്ന് നമുക്ക് ഓർമ്മ വരത്തില്ല. ആ കാര്യം ഒന്ന് പ്രത്യേകം ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് PSC ചോദിച്ചൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് കൃത്രിമ പരാഗണം. ഈ ഒരു ബോക്സിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നോക്കിയേ. എന്തിനാണ് കൃത്രിമ പരാഗണം നടത്തുന്നത് നോക്കിയേ. മികച്ച വിത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതറാറുണ്ട്. ഇതിന് പറഞ്ഞ പേരാണിത് കൃത്രിമ പരാഗണം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കൃത്രിമ പരാഗണം നടത്തുന്നത്, നമുക്ക് ഗുണമേന്മയുള്ള വിത്തനങ്ങളും ചെടികളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ചോദിച്ച ചോദ്യം ഇതാണ്, മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്നത് മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ്. അപ്പം മെലിപ്പോണ ഓർക്കണം. അപ്പം മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്നത് മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ്. അപ്പം
വാനില നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത് കൃഷി ചെയ്യുമ്പോൾ ഈ പ്രാണികൾ ഇല്ലാത്തത് കാരണം നമുക്ക് കൃത്രിമ പരാഗണം നടത്തേണ്ടി വരുന്നു. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പം നമ്മൾ വാനില കൃഷി ചെയ്യുന്നവർക്കറിയാം, നമ്മൾ കൃത്രിമ പരാഗണം നടത്തിയിട്ട് നമ്മൾ ഒരു പൂവി നിരത്തി എന്ത് ചെയ്യുക, പൂമ്പൊടിയെ കൊട്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, കൃത്രിമ പരാഗണം നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാനില ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ. എന്നാൽ ഇത് നമ്മുടെ മെക്സിക്കൻ കാടുകളിലൊക്കെയാണെന്ത് കൃത്രിമ പരാഗണം നടത്തുന്നുണ്ടോ? ഇല്ല. അവിടെ ചെയ്യുന്ന ആരാണ്, ഈ പരിപാടി ചെയ്യുന്ന ആരാണ്? മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ്. അപ്പോൾ ആ തേനീച്ചൻ്റെ പേരൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ മെലിപ്പോണ എന്ന തേനീച്ചയാണ് പരാഗണം നടത്താൻ സഹായിക്കുന്ന വാനില. ഈ കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, നോക്കിയേ. പരാഗരേണുക്കളുടെ യാത്ര എന്നൊരു പോയിന്റ് ഉണ്ട് അല്ലേ. ഞാൻ പറഞ്ഞു പരാഗണകാരികളായ ജീവികൾ എന്ത് ചെയ്യുന്നു, പരാഗണകാരികളായ ജീവികൾ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തോ ആയിക്കോട്ടെ, ജലോ വെള്ളമോ മഞ്ഞോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ആ സംഭവിക്കുമ്പോൾ നോക്കിയേ, ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പരാഗണ രേണുക്കൾ അതേ ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിക്കുമ്പോൾ മാത്രമാണ് സംഭവിക്കുന്നത്, പരാഗണം ഫലവത്താകുന്നത്. മറ്റ് ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് വീഴുന്ന പൂമ്പൊടികൾ എന്ത് ചെയ്യുന്നു, നശിച്ചു പോകുന്നു. അപ്പോൾ ഒരേ ഇനം ചെടികളുടെ അതാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഫലവത്തായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നോക്കൂ, പരാഗണ രേണുക്കൾ അതേ ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പരാഗണം ഫലവത്താകുന്നത്. മറ്റിനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് വീഴുന്ന പൂമ്പൊടികൾ എന്ത് ചെയ്യുന്നു, നശിച്ചു പോകുന്നു. ഒന്ന് ഓർത്തിരിക്കണം. സ്റ്റേറ്റ്മെൻ്റൊക്കെ ത്തിൻ്റെ കാലമാണ്, ഒന്ന് ഓർത്തിരുന്നോണം കേട്ടോ. ഓക്കെ. അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട രണ്ട് ടോപ്പിക്കാണിത്, സ്വപരാഗണവും പരപരാഗണവും. ഈ രണ്ട് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത്. സ്വപരാഗണവും പരപരാഗണവും എന്താ നമുക്ക് നോക്കാം. അപ്പോൾ എന്താ സ്വപരാഗണം നോക്കിക്കേ. എന്താ സ്വപരാഗണം എന്ന് പറഞ്ഞാൽ, പരാഗണ രേണുക്കൾ ഒരു ചെടിയുടെ ഒരു പൂവിൽ തന്നെയോ ഒരു ചെടിയുടെ മറ്റൊരു പൂവിലോ പരാഗണം നടത്തുന്നതിന് പറഞ്ഞ പേരാണെന്ത്, സ്വപരാഗണം. അപ്പോൾ പരാഗണ രേണുക്കൾ ഒരു ചെടിയുടെ ഒരു പൂവിൽ തന്നെയോ ഒരു ചെടിയുടെ മറ്റൊരു പൂവിലോ പരാഗണം നടത്തുന്നതിന് പറഞ്ഞ പേരാണെന്ത്, സ്വപരാഗണം എന്ന് പറയും. ഇനി എന്താണ് പരപരാഗണം നോക്കി. പരാഗണ രേണുക്കൾ ഒരു ചെടിയുടെ ഒരു പൂവിൽ നിന്ന് അതേ ഇനത്തിൽപ്പെട്ട മറ്റൊരു ചെടിയുടെ പൂവിലേക്ക് പരാഗണം നടത്തുന്നതിന് പറഞ്ഞ പേരാണെന്ത്, പരപരാഗണം. അപ്പോൾ ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് എന്ന് പറഞ്ഞ അതാണെന്ത്, പരപരാഗണം. അപ്പം രണ്ടെണ്ണം ഓക്കെ ആണല്ലോ. സ്വപരാഗണം എന്ന് പറഞ്ഞാൽ എന്താണ്, പരാഗണ രേണുക്കൾ ഒരു ചെടിയുടെ ഒരു പൂവിൽ തന്നെയോ ഒരു ചെടിയുടെ മറ്റൊരു പൂവിലോ പരാഗണം നടത്തുന്നതിന് പറഞ്ഞ പേരാണെന്ത്, സ്വപരാഗണം. ഇനി പരപരാഗണം എന്ന് പറഞ്ഞാലോ, പരാഗരേണുക്കൾ ഒരു ചെടിയുടെ ഒരു പൂവിൽ നിന്ന് അതേ ഇനത്തിൽപ്പെട്ട മറ്റൊരു ചെടിയുടെ പൂവിലേക്ക് പരാഗണം നടത്തുന്നതിന് പറഞ്ഞ പേരാണെന്ത്, പരപരാഗണം എന്ന് പറയും. ഈ രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കണേ. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവം നോക്കൂ. പരാഗണത്തിന് ശേഷം പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി ചേരുകയും ഫലം ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ഇതളുകളും കേസരപ്പുടവും ഉണങ്ങിക്കൊഴിഞ്ഞും പോകും. ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നോണേ. ഇനി നമുക്ക് ഈ ഒരു ടേബിൾ ഒന്ന് നോക്കി നോക്കാം. ഈ ഒരു ടേബിൾ നോക്കി നോക്കാം. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, പക്ഷേ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് പരാഗണത്തിന് ശേഷം പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി ചേരുകയും ഫലം ഉണ്ടാകുകയും ചെയ്യുന്നു അല്ലേ. ഫലം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് ഈ താഴെ കൊടുക്കുന്ന ഭാഗത്തിന് ഉണ്ടാകുക നമുക്ക് പഠിക്കേണ്ടത്. പൂഞ്ഞെട്ടിന് എന്ത് മാറ്റം വരും, പുഷ്പാസനത്തിന് എന്ത് മാറ്റം വരും, വിതളത്തിന് എന്ത് മാറ്റം വരും, ദളത്തിന് എന്ത് മാറ്റം വരും. അപ്പോൾ പൂഞ്ഞെട്ടിന് എന്ത് സംഭവിക്കും, അപ്പം പൂഞ്ഞെട്ടിന് കൂടുതൽ കട്ടി വരും. പൂഞ്ഞെട്ടിന് എന്ത് വരും, കൂടുതൽ കട്ടി ഉണ്ടാകും. പൂഞ്ഞെട്ട് കൂടുതൽ കട്ടി വയ്ക്കും അല്ലേ. പുഷ്പാസനത്തിനാണെങ്കിലോ കൂടുതൽ അതും എന്തായിരിക്കും, കൂടുതൽ കട്ടിയുള്ളതാകും. അതേപോലെ വിതളമാണെങ്കിലോ അതും കൂടുതൽ കട്ടിയുള്ളതാകും. അതേപോലെ ദളമാണെങ്കിലോ ദളം കൊഴിഞ്ഞു പോകും. അപ്പം ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ദളം എന്ത് ചെയ്യും, കാ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കൊഴിഞ്ഞു പോകും. ഈ ഒരു കാര്യം ഓർത്തിരിക്കണം. ബാക്കിയെല്ലാം എന്താണ്, കൂടുതൽ കട്ടി വയ്ക്കും. ഈ മൂന്നെണ്ണം എന്താണ്, കൂടുതൽ കട്ടി വയ്ക്കും, ദളം എന്തായും കൊഴിഞ്ഞു പോകും. ഇതാണ് ഈ ഒരു ടേബിളിലുള്ള കാര്യം. മനസ്സിലായല്ലോ. അപ്പം ഈ ഒരു പോയിന്റ് ഒന്ന് ഓർത്തിരിക്കണം. അപ്പം എങ്ങനെ ഫലം ഉണ്ടാകുന്ന ഏതാണ്, എങ്ങനെയാണ് ഒരു പൂവിൽ നിന്ന് ബീജസങ്കലനത്തിന് ശേഷം ഫലമായി മാറുന്ന ഭാഗം ഏതാണ്, അണ്ഡാശയമാണ്. ഈ ഒരു പോയിന്റ് ഒന്ന് ഓർത്തിരിക്കണേ. അപ്പം ബീജസങ്കലനത്തിന് ശേഷം ഫലമായി മാറുന്ന ഭാഗം ഏതാണ്, അണ്ഡാശയമാണ്. ഇനി നമുക്കിവിടെ പഠിക്കേണ്ടത് എന്താണ്, ഒന്ന് രണ്ട് പോയിന്റുകൾ പഠിക്കാനുണ്ട്. പഠിക്കേണ്ട ഭാഗം ഇതാണ്. ഇനിയായിട്ട് നമുക്ക് അടുത്ത് പഠിക്കേണ്ടതാണ് ലഘുഫലങ്ങൾ. എന്താണ് ലഘുഫലം എന്ന് പറഞ്ഞാൽ, ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് പറഞ്ഞ പേരാണത് ലഘുഫലം. അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക, ലഘുഫലം എന്താണെന്ന് ചെയ്യാം ഒന്ന് ഓർത്തിരിക്കുക. ബാക്കി നമുക്ക് വേണ്ട. അടുത്ത് നോക്കൂ. അതേപോലെ ഇവിടെ ഒരെണ്ണമുണ്ട്, നോക്കിയേ. അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കൂ. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാകുന്നു എങ്കിൽ അത്തരം ഫലങ്ങളെ പുജ്ജഫലം എന്ന് പറയുന്നു, ആഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നു. സീതപ്പഴം, ബ്ലാക്ക്ബെറി, അരണമരക്കായ് എന്നിവ പുഞ്ചഫലങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് കാര്യം, ലഘുഫലമുണ്ട്, അതേപോലെ എന്താണ് പുഞ്ചഫലം എന്ന് പറയും, പിന്നെ ആഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയും. ഈ രണ്ടെണ്ണം നോക്കുക. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകുക, അതിന് പറഞ്ഞ പേരാണത് ലഘുഫലം എന്ന് പറയുക. ഈ രണ്ട് കാര്യം ഒന്ന് ഓർത്തിക്കുക, ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കണ്ട. അടുത്ത് നോക്കിയേ.
അപ്പം നമുക്ക് പഠിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് എന്താ പറയുക, സംയുക്ത ഫലങ്ങൾ എന്ന് പറയുക. അതായത് ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട ഒരു ഫലം പോലെയാവുന്നു ഇത്തരം ഫലങ്ങളാണ് എന്ത് ചെയ്യുന്നത്, സംയുക്ത ഫലങ്ങൾ എന്ന് പറയുക. അപ്പോൾ ഒരു ഫലത്തിനുള്ളിൽ കുറേ എന്ത് ചെയ്യുക ഇതുള്ളത് ഇനി പറഞ്ഞ പേരാണെന്ത്, സംയുക്ത ഫലം എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പം എന്താണ് സംയുക്ത ഫലം എന്ന് പറഞ്ഞാൽ, അനേകം പൂവിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളും വിത്തുകളും ബീജസങ്കലനം നടന്ന് ഫലമായി മാറാത്ത പൂക്കളും എല്ലാം ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഉണ്ടാകുന്ന ഫലങ്ങൾക്ക് പറഞ്ഞ പേരാണെന്ത്, സംയുക്ത ഫലങ്ങൾ. ഒന്നുകൂടി പറയാം, അനേകം പൂവിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളും വിത്തുകളും ബീജസങ്കലനം നടന്ന് ഫലമായി മാറാത്ത പൂക്കളും എല്ലാം ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഉണ്ടാകുന്ന ഫലങ്ങൾക്ക് പറഞ്ഞ പേരാണെന്ത്, സംയുക്ത ഫലം. സംയുക്ത ഫലത്തിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ചക്ക, കൈതച്ചക്കയൊക്കെ എന്താണ്, സംയുക്ത ഫലത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ട സംഭവമാണ് എന്ത് ചെയ്യുക, കപടഫലം എന്ന സംഭവമാണ്. ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാകുന്നു. ഇതിന് പറഞ്ഞ പേരാണെന്ത്, കപടഫലങ്ങൾ. അപ്പോൾ എക്സാമ്പിൾ ഏതൊക്കെയാന്ന് നോക്കി, കശുവണ്ടി അല്ലേ, കശുമാങ്ങയൊക്കെ എന്താണ്, കപടഫലത്തിന് എക്സാമ്പിളാണ്. നോക്കൂ, അപ്പം കപടഫലത്തിന് എക്സാമ്പിൾ ചോദിച്ചാൽ എന്തൊക്കെ പറയും നമ്മൾ, കശുവണ്ടി പറയും. അതേപോലെ ആപ്പിൾ എന്താണ്, ആപ്പിളും കപടഫലമാണ് അല്ലേ, ആപ്പിൾ എന്താണ്, കപടഫലം കേട്ടോ. ഒന്ന് ഓർത്തിരുന്നോണം, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, അപ്പം നമുക്ക് മറന്നു പോകും. അപ്പം കപടഫലത്തിന് എക്സാമ്പിൾ കശുവണ്ടി, അതേപോലെ ആപ്പിൾ. എന്താണ് സംഭവം, ചില സസ്യങ്ങളിൽ പൂഞ്ഞിട്ട് പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാകുന്നു. ഇതിന് പറഞ്ഞ പേരാണെന്ത്, കപടഫലങ്ങൾ എന്ന് പറയും. ഓക്കെ, പൂക്കൾ കുലകളായി കാണപ്പെടുന്ന ഫലം ഏതാണ്, അത് അടയ്ക്കയാണ്. പൂക്കൾ കുലകളായി കാണപ്പെടുന്ന ഫലം ഏതാണ്, അടയ്ക്കയാണ്. നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല, അപ്പോൾ ഒന്നുകൂടി നോക്കൂ. അതേപോലെ നോക്കൂ, ഇനി എന്താണ് സ്ട്രോബെറിന് പ്രത്യേകത നമുക്ക് നോക്കാം. സ്ട്രോബെറിക്ക് പ്രത്യേകതയുണ്ട്, ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയങ്ങളുള്ള ഫലം ഏതാണ്, സ്ട്രോബെറിയാണ്. ആ കാര്യം ഓർത്തിരുത്തോണേ. സ്ട്രോബെറിന് പ്രത്യേകത എന്താണ്, ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയങ്ങളുള്ള ഫലം ഏതാണ്, അത് സ്ട്രോബെറിയാണ് അല്ലേ. ഇനി അപ്പുറം ഒരു പടം കൊടുത്തിട്ടുണ്ട്, മുളക് കൊടുത്തിട്ടുണ്ട് അല്ലേ. മുളക് എന്താ, മുളകിനുണ്ട് ഒരു പ്രത്യേകത. എന്താ പ്രത്യേകത, പൂക്കൾ ഓരോന്നായി കാണപ്പെടുന്ന ഫലം ഏതാണ്, മുളകാണ്. പൂക്കൾ ഓരോന്നായി കാണപ്പെടുന്ന ഫലം ഏതാണ്, മുളകാണ്. അപ്പോൾ ഈ മൂന്ന് പിക്ചറിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അത് സ്ട്രോബെറിൻ്റെ പ്രത്യേകത എന്താണ്, ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയങ്ങളുള്ള ഫലമാണേത്, സ്ട്രോബെറി എന്ന് പറയും അല്ലേ. അതേപോലെ രണ്ടാമത്തെ മുളകിൻ്റെ പ്രത്യേകത എന്താ, പൂക്കൾ ഓരോന്നായി കാണപ്പെടുന്ന ഫലമാണേത്, മുളക്. അടയ്ക്കക്കുലേൻ്റെ പ്രത്യേകത എന്താ, പൂക്കൾ കുലകളായി കാണപ്പെടുന്ന ഫലം ഏതാണ്, അടയ്ക്കയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ. അപ്പം പ്രധാനപ്പെട്ടതാണ്, അത് പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയുള്ളതാണ്. ആ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്